ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലൂടെ നാം കടന്നുപോയാലും ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മെ സ്നേഹിച്ചു നിന്നവരും നമ്മോടൊപ്പം നിന്നവരും ഒക്കെ നമ്മെ കൈവിട്ട് മാറിപ്പോയി നാം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മലാഖി പ്രവചനം വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ അവസാന പ്രവചന പുസ്തകമാണ്. ഈ മലാഖി പ്രവചനത്തിന് ശേഷം പിന്നീടുള്ള ഏതാണ്ട് 400ഓളം വർഷങ്ങൾ ദൈവം പ്രവാചകന്മാരിൽ കൂടോ മറ്റേതെങ്കിലും ദൂതന്മാരിൽ കൂടോ ഒന്നും ലോകത്തോട് സംസാരിച്ചിട്ടില്ല. പഴയ നിയമ പുസ്തകങ്ങളിലെ 39ാമത്തെ പുസ്തകവും പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകവുമായ മലാഖി പ്രവചനം 1-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്. ഇസ്രായേൽ പിന്മാറി ദൈവത്തിൽ നിന്നകന്ന് അവരുടെ പിന്മാറ്റത്തെ പറ്റിയാണ് ദൈവം ആ മലാഖി പ്രവചനത്തിലൂടെ, മലാഖി പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുന്നു. അവരുടെ പിന്മാറ്റവും ദൈവത്തിൽ നിന്ന് അകന്നുപോക്കും ഒക്കെ അവരെ പ്രവാസത്തിലേക്ക് എത്തിച്ചു. എന്നാൽ ആ പ്രവാസത്തിൻ്റെ കാഠിന്യത അനുഭവിച്ച് നാട്ടിലേക്ക്, അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന ജനത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ പറയുന്നു, നിങ്ങൾ ഇനിയും ദൈവത്തെ വിട്ട് മാറിപ്പോകരുത്, നിങ്ങൾ പിന്മാറിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിങ്കൽ തന്നെ നിലനിൽക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ, അവരുടെ പിന്മാറ്റത്തെപ്പറ്റി നിശിതമായി ദൈവം വിമർശിക്കുമ്പോൾ തന്നെ, മലാഖി പ്രവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ദൈവം ഇസ്രായേലിനോട് പറയുന്നു, അല്ലയോ ഇസ്രായേലേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലൂടെ നാം കടന്നുപോയാലും ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മെ സ്നേഹിച്ചു നിന്നവരും നമ്മോടൊപ്പം നിന്നവരും ഒക്കെ നമ്മെ കൈവിട്ട് മാറിപ്പോയി നാം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും, നമുക്ക് ആശ്രയമായിരുന്നവർ അല്ലെങ്കിൽ എപ്പോഴും കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവരൊക്കെ നമ്മെ വിട്ട് ഒഴിഞ്ഞു മാറിപ്പോയാലും, നാം പിന്മാറിയത് മൂലം, നാം ദൈവത്തിൽ നിന്ന് അകന്നത് മൂലം ദൈവത്തിൻ്റെ കോപം, ചില താൽക്കാലിക ശിക്ഷകളൊക്കെ നമ്മുടെ മേൽ കടന്നു വന്നാലും ദൈവം എന്നും നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ എല്ലാ കാലത്തും സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇസ്രായേലിനോട് അവരുടെ പിന്മാറ്റ സമയത്തും ദൈവത്തിന് പറയാനുള്ള ദൂത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ ദൈവം അവരെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് മലാഖി പ്രവചനത്തിലൂടെ. മലാഖിയുടെ അവസാന അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു കർത്താവിൻ്റെ ആഗമനത്തെ പറ്റിയും യേശു കർത്താവിന് മുമ്പായി അവന് വഴിയൊരുക്കുവാൻ യോഹന്നാൻ വെളിപ്പെടുന്നതിനെ പറ്റിയൊക്കെയുള്ള ആ ദൂതോടെ, അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ, ലോകത്തിൻ്റെ രക്ഷയെ പ്രവചനാത്മാവിൽ മലാഖി അറിയിച്ചുകൊണ്ടാണ് ആ അധ്യായം അല്ലെങ്കിൽ ആ പുസ്തകം അവസാനിക്കുന്നത്. ഇന്നും ലോകത്തോട് ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നമ്മോട് ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നാം എത്ര ദൈവത്തെ മറന്നുപോയാലും, ദൈവത്തിൽ നിന്ന് അകന്നുപോയാലും, ഒരു സ്നേഹമുള്ള പിതാവായി നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ പിതാവാണ് നമ്മുടെ കർത്താവ്. ആ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാം, അവൻ്റെ മാറോട് ചേർന്ന് നിൽക്കാം, അവരോട് ചേർന്ന് ജീവിതയാത്ര നയിക്കാം. അതിനായിട്ട് ഈ പ്രഭാതം ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, ഒരുക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ ആ ചൂടേറ്റ്, ദൈവസ്നേഹത്തിൻ്റെ ആ ലാളനയേറ്റ്, ദൈവസ്നേഹത്തിൻ്റെ ആ കുളിർമയേറ്റ് സന്തോഷകരമായൊരു ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.